പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ എന്നെ നിറയ്ക്കണേ നാഥ, ശക്തനായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയിലാണ് നമുക്ക് ജയകരമായൊരു ക്രിസ്തീയ ജീവിതം അത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലാണ്. എപ്രകാരമാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വളരുവാൻ സാധിക്കുന്നത്? ഹൗ ക്യാൻ വി ഗ്രോ ഇൻ ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഉണ്ട്, നമുക്ക് അനുകൂലമായിട്ടുണ്ട്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോ ക്രൂശിൽ എനിക്കായി നിനക്കായി സകലതും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കരികിലും പരിശുദ്ധാത്മാവുണ്ട്. എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വളരുവാൻ സാധിക്കുന്നത്? നമ്മുടെയൊക്കെ ലൈഫിൽ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കയറി ഇറങ്ങി മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. എഫേസസ് ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന് അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഇവിടെ ഞാൻ എന്ന് പൗലോസ് പറയുന്നില്ല, നമ്മൾ എന്നാ പറയുന്നത്. നമ്മളെന്ന് പറയാൻ കാരണം വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഞാനും നിങ്ങളുമല്ല. നമ്മളെല്ലാം കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, ഇവിടെ നീയെന്നോ ഞാനെന്നുമില്ല, നമ്മൾ വി ആർ അവർ ഫൈറ്റ് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. നമ്മുടെ യുദ്ധം എന്നുള്ളത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. അപ്പം നിങ്ങൾക്കെതിരെ ചില വ്യക്തികൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തികളെ കാണുന്നതിലുപരിയായിട്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെ കാണുക. എന്നിട്ട് അവയെ യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയോട് ചേർത്ത് വെച്ച് കർത്താവ് ക്രൂശിൽ നേടിയെടുത്ത വിജയത്തിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആ സാഹചര്യങ്ങളെ ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൽ മറികടക്കുവാൻ സ്വർഗം നമ്മളെ വിളിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആ സാഹചര്യങ്ങളെ നമ്മൾ മറികടക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആ സാഹചര്യങ്ങളെ നമ്മൾ മറികടക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നമുക്ക് ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ പറ്റും. അതുകൊണ്ടാണ് എഫേസസ് ലേഖനത്തിൽ പറയുന്നത്, അവസാനമായ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകണം. അപ്പം കരുത്ത് കിട്ടണമെങ്കിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും യേശുവിൻ്റെ കുരിശു ബലിയിൽ എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളെ എൻ്റെ യേശു ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി അവൻ കുരിശിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയാണ്. വിശ്വസിക്കാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പം വിശ്വസിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമുക്ക് എങ്ങനെയാണ് നിലനിന്ന് വളർന്നു വരാൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു വ്യക്തി, നിങ്ങൾ ഏത് ജീവിതാന്തസ്സിലുള്ള വ്യക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ എന്നുള്ളൊരു ഭാഗമുണ്ടല്ലോ. കുടിലതന്ത്രങ്ങൾ പല കാര്യങ്ങളുമായിട്ട് നീ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. സാത്താനെ യേശു ക്രൂശിൽ പരാജയപ്പെടുത്തിയതാണ്. സാത്താൻ്റെ മേൽ കർത്താവ് വിജയം നേടിയതാണ്. എന്നാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ മനുഷ്യരുമായിട്ട് ഡേ ടു ഡേ ലൈഫിൽ ഡീൽ ചെയ്യുന്ന സമയത്ത് യേശുക്രിസ്തു ക്രൂശിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വിശ്രമിക്കുന്നവരല്ല നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ മനുഷ്യരും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കോൺസ്റ്റന്റ് ഫെലോഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം, അതിൻ്റെ വ്യത്യാസം നമുക്കറിയാം. പക്ഷെ എല്ലാ മനുഷ്യരും ഒന്നും അങ്ങനെയല്ല. പലതരത്തിലുള്ള ആന്തരിക മുറിവുകളും വേദനകളും ഒക്കെ നിമിത്തം ഈവൻ വിശ്വാസികളാണെങ്കിൽ പോലും ആന്തരിക മുറിവിന് സൗഖ്യം
പല തരത്തിൽ കിട്ടിയവരാ, പല ലെവലിൽ നിൽക്കുന്നവരാ. അതുകൊണ്ട് തന്നെ നമ്മൾ പല മനുഷ്യരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, ഇവൻ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ പോലും, നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ ക്രിസ്ത്യാനികളായിരിക്കും, എല്ലാവരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എവിടെയൊക്കെ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ആ ഏറ്റ മുറിവുകൾ നിമിത്തം ദുഷ്ടാരൂപി അവരെ പലതരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകുന്നത് ലൈഫിൽ. അപ്പോൾ ഈ ഇഷ്യൂസിന് നടുവിൽ ചിലപ്പോൾ കുടുംബത്തിനകത്തും ഈ ഇഷ്യൂസ് ഒക്കെ നിൽക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഫെലോഷിപ്പ് ഉണ്ടാകണം. കോൺസ്റ്റൻറ്റ് ഫെലോഷിപ്പ്. ആ കോൺസ്റ്റൻറ്റ് ഫെലോഷിപ്പിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ മാറ്റിവെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ മേഖലകളെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരും. യോഹന്നാൻ സുവിശേഷം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, സുവിശേഷമല്ല, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യത്തിൽ നമ്മൾ കാണുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. അപ്പം സാത്താൻ്റെ ഈ കുടില തന്ത്രം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ക്രിസ്തുവിൽ വഴി നടത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവന് ചെയ്യുവാൻ പറ്റുന്നൊരു കാര്യം, അതായത് അവൻ്റെ ഉള്ളിലെ ഈ ഒരു അഭിഷേകത്തെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ എങ്ങനെയെങ്കിലും ചോർത്തിക്കളയുവാൻ പിശാച് ശ്രമിക്കും. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ക്രിസ്തീയ ജീവിതയാത്രയിലെ ഈ ഒരു യുദ്ധത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ആ യുദ്ധം? നമ്മുടെ യുദ്ധം എന്നുള്ളത് വാസ്തവത്തിൽ അത് ഈ യുദ്ധത്തിൽ കർത്താവ് ക്രൂശിൽ വിജയം നേടിക്കഴിഞ്ഞതാണ്. എന്നാൽ ആ നേടിയെടുത്ത വിജയത്തിൽ നിലനിന്നുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിനകത്ത് നമ്മൾ നിറയപ്പെടണം. നമ്മുടെ ജഡവും നമ്മുടെ മനസ്സുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ കീഴെ, അതായത് ആത്മാവിൻ്റെ അഭിഷേകം ഒരിക്കലും നമ്മുടെ ജഡത്തെക്കാളും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സോൾ റലത്തിൻ്റെ താഴെ പോകരുത്. 3 റലമുണ്ട് നിങ്ങൾക്കും എനിക്കും. ആത്മാവിൻ്റെ റലം, സ്പിരിറ്റ് റലം, സോൾ റലം ആൻഡ് ഫിസിക്കൽ റലം. 3 തലം: സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. മനസ്സ്, ആത്മാവ്, ശരീരം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ സ്പിരിറ്റ് റലത്തിൽ നിറഞ്ഞ് ആ ആത്മാഭിഷേകം വേണം നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളെയും നമ്മുടെ ശരീരത്തിൻ്റെ മേഖലകളെ നിയന്ത്രിക്കാൻ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തിലായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഫെലോഷിപ്പ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഈശോയെ ആരാധന. ഇന്ദ്രിയങ്ങളെ ജയിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ആ ഒരു കോൺസ്റ്റൻറ്റ് ഫെലോഷിപ്പിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾക്കെല്ലാം നമുക്കത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് ചേർന്ന് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു. അപ്പം ഇതിലേക്കെല്ലാം നമ്മളെ പരിശുദ്ധാത്മാവ് വഴി നടത്തും. നമ്മൾ പരിശുദ്ധാത്മാവിൽ വിശ്രമിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന അസൈൻമെൻറ്റ്സുകളെല്ലാം നമ്മൾ പൂർത്തീകരിച്ച് മുൻപോട്ട് പോകും. പലപ്പോഴും നമുക്ക് നമ്മുടെ ഫ്ലഷ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ഫ്ലഷും നമ്മുടെ ജഡവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ മേലാതായി പോകും. എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഒരു മനുഷ്യൻ നിറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നൽകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകുന്ന ആ ഒരു സമാധാനവും സ്വസ്ഥതയും വേറെ ഒന്നിനും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നൽകാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ആ ദൈവം ആഗ്രഹിക്കുന്ന ആ ഹയർ ലെവലിൽ ഓരോ ദിവസവും ആയിരിക്കുക എന്നുള്ളതാണ്. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആത്മാവിൻ്റെ അഭിഷേകമുണ്ട്. ഇന്നത്തെ ദിവസത്തെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിനകത്ത് നമ്മൾ ടോപ്പപ്പായി നമ്മൾ നിറഞ്ഞു നിൽക്കണം. ഇപ്പോൾ ഫോൺ റീചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മന്ത്ലി ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് റീചാർജ് ടോപ്പപ്പ് ചെയ്യണം അല്ലേ? ടോപ്പപ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് കോളൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ആ ഡിവൈൻ അലൈൻമെൻറ്റിലേക്ക് കടന്നു വരുവാനായിത്തീരുന്നത്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളുടെ പുറകെ നടക്കുന്നവരാണ്. അത്ഭുതങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യും. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അഭിഷേകത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആ അത്ഭുതങ്ങൾ ദൈവം നൽകുന്ന അത്ഭുതങ്ങൾക്ക്, ദൈവം നൽകുന്ന സമ്പത്തിന്, ദൈവം നൽകുന്ന നന്മകൾക്ക് അതിനകത്ത് വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യം. കൂടോത്രവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? കൂടോത്ര ശക്തികളുടെ പ്രത്യേകത, അതായത് കൂടോത്ര ശക്തികൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് വീണുപോയ മാലാഖമാരുടെ അല്ലെങ്കിൽ ആ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള സ്പിരിറ്റ്സിനെ പൊസസ് ചെയ്തുകൊണ്ട് ചില നടത്തുന്ന ചില അത്ഭുതങ്ങൾ. അപ്പോൾ ആ അത്ഭുതങ്ങൾക്ക് ഉള്ള പ്രത്യേകത വെച്ചാൽ അതെപ്പോഴും മനുഷ്യരെ അതിന് അടിമയാക്കും.
ആ കറപ്റ്റഡ് സ്പിരിറ്റ് ഒരു ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ക്രിസ്തീയ രൂപഭാവത്തിലായിരിക്കും ആ ശുശ്രൂഷകളുടെ പേരുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ അതിനകത്ത് വ്യാപരിക്കുന്നത് കൂടോത്ര ശക്തിയാണോ അന്ധകാര ശക്തിയാണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? പരിശുദ്ധാത്മാവാണോ ഒരു സ്ഥലത്ത് അത്ഭുതം ചെയ്യുന്നത്, അതോ അന്ധകാര ശക്തിയാണോ അത്ഭുതം ചെയ്യുന്നത് എന്ന് സഭ എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും ഇതുപോലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും നടക്കാറുമുണ്ട്. എന്നാൽ അത് ഒരു അത്ഭുതം നടക്കുമ്പോൾ ആ അത്ഭുതം ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ രക്ഷയിലേക്കും യേശുക്രിസ്തുവിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അത് മാത്രമല്ല, ഈ 3 തലങ്ങൾ, അതായത് വചനത്തിൽ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല. ഈ 3 തലങ്ങളിലേക്കാണോ അത്ഭുതങ്ങൾ പോകുന്നത്, അതോ ഓരോ അത്ഭുതങ്ങളും നമ്മളെ എളിമപ്പെടുത്തി ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മുടെ ആത്മരക്ഷയിലേക്കാണോ നമ്മളെ വഴി നടത്തുന്നത്? പ്രൈസ് ദി ലോർഡ്. അതോ നമ്മളെ ഏതെങ്കിലും ശക്തികൾക്കോ ഏതെങ്കിലും വ്യക്തികൾക്കോ അടിമപ്പെടുത്തുകയാണ്? അയ്യോ, എനിക്ക് അവിടെ പോകണം, എനിക്ക് ആ വ്യക്തിയെ കാണണം, ആ വ്യക്തിയെ എനിക്ക് ആഴ്ചയിൽ 1 കണ്ടില്ലെങ്കിൽ മാസത്തിൽ 1 കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ അസ്വസ്ഥത പോലെ ആ സ്ഥലത്ത് പോകണം. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളൊന്ന് ശോധന ചെയ്യുക. ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിങ്ങളൊന്ന് വിചിന്തനം ചെയ്യുക. ആം ഐ ഇൻ ദ റൈറ്റ് ട്രാക്ക്? കാരണം ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അതിന് മുൻപ് യു ഹാവ് ടു അലൈൻ യുവർ സെൽഫ് ഇൻ ദിസ് റൈറ്റ് പാത്ത്. മനുഷ്യന് എനിക്കിപ്പോൾ എൻ്റെ കാര്യം നടക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, 36,500 ദിവസമാണ് 100 വർഷം എന്നുള്ളത്. ഈ 36,500 ദിവസം കഴിഞ്ഞ് ഈ ഭൂമിയിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഇറ്റേണിറ്റി എന്ന റിയാലിറ്റി ഉണ്ട്. അപ്പോൾ ആ റിയാലിറ്റിയിൽ നിന്റെ കൂടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ റിയാലിറ്റി നീ ഫേസ് ചെയ്യണം. അപ്പോൾ ഈ ഭൂമിയിൽ നിന്റെ ടൈമിനകത്ത് നിനക്ക് ഒരു ചോയ്സ് ദൈവം തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മാഭിഷേകത്തിൽ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു അഭിഷേകത്തിൽ നിറഞ്ഞൊരു ജീവിതം സ്വർഗം നിന്നെ, ആ അഭിഷേകം നിറഞ്ഞ ജീവിതത്തിലേക്ക്, വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് സ്വർഗം നിന്നെ വിളിച്ചിരിക്കുകയാണ്. അവിടെ നിന്നെ അടിമപ്പെടുത്തുവാൻ ഒന്നിനും സാധിക്കത്തില്ല. കാരണം ഈശോ നിന്നെ കുരിശിൽ തൻ്റെ പരിഹാര ബലിയിലൂടെ നിന്നെ സ്വതന്ത്രനാക്കിയതാണ്. ഹി ഹൂ ദ സൺ സെറ്റ്സ് ഫ്രീ ഈസ് ഫ്രീ ഇൻഡീഡ്. സാക്ഷാൽ പുത്രൻ സ്വതന്ത്രനാക്കിയവൻ സ്വതന്ത്രനായവൻ തന്നെയാണ്. ഹല്ലേലൂയ. ഈശോയുടെ രക്ത ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുവരുവാനാണ് പിശാച് പലതരത്തിലുള്ള കുടില തന്ത്രങ്ങൾ അവൻ ഉപയോഗിക്കും. ഈ കുടില തന്ത്രങ്ങളെ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു 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 ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവാണ് വ്യാപരിക്കുന്നതെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ എളിമയുണ്ടാകും. ഹല്ലേലൂയ. അതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയും, എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പം ദൈവഹിതം പ്രവർത്തിക്കുന്നവനാണെങ്കിൽ ലോകവും അതിൻ്റെ മോഹവും കടന്നു പോകും, നീ എന്നേക്കും നിലനിൽക്കും. നിനക്ക് നിത്യമായ നിലനിൽപ്പുണ്ടാകും. അതിലെ ഏറ്റവും വലിയ വേണ്ടത് നിത്യമായ നിലനിൽപ്പ് നിനക്ക് ലഭിക്കുകയാണ്. ആ നിത്യമായ നിലനിൽപ്പിൽ, ആ ഒരു ജീവിതം, നിത്യമായി നിലനിൽക്കുന്ന ജീവിതത്തിലേക്ക് വഴി നടത്തുവാനാണ് ദൈവം ഈ ശുശ്രൂഷകളും വചനപ്രഘോഷണമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുക. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്കിടെ നമ്മളോട് ഉപവസിക്കുവാൻ ആവശ്യപ്പെടും. ഈ ഉപവസിക്കുന്നത് കൊണ്ട് എന്തിനാണ് നമ്മളൊക്കെ ഉപവസിക്കുന്നത്? പുതിയ നിയമ ഉപവാസത്തിൻ്റെ അതിൻ്റെ ഒരു റീസൺ എന്താ? നമുക്ക് ഉപവാസം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മനസ്സിൽ ഇന്ന് നമുക്കൊരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് ഉപവസിക്കും. നമ്മുടെ ഒരു കാര്യം നടക്കാൻ വേണ്ടി, നമ്മുടെ മക്കളുടെ കാര്യം നടക്കാൻ വേണ്ടി, ഇതെല്ലാം നമ്മളിങ്ങനെ ഉപവസിക്കും. പക്ഷെ നമ്മൾ ഈ കാര്യസാധ്യത്തിന് വേണ്ടി ഇങ്ങനെ ഓടുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതായത് എവിടെയോ എന്തോ എന്നിലൊരു കുറവുണ്ട്? നമുക്കെല്ലാം കാര്യങ്ങൾ സാധിക്കാനുണ്ട്, ശരിയാണ്. നമ്മുടെ ആവശ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിന്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് യുവർ സോൾ, നിൻ്റെ ആത്മാവാണ്. നിൻ്റെ ആത്മാവിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടണം. അപ്പം ഉപവാസം എന്നുള്ളത്, അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ? നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളത്. ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി വചനത്തോട് ചേർന്നിരിക്കുക.
ആ വചനത്തോടുള്ള ദാഹത്തിൽ, ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മുടെ ജഡമല്ല, എനിക്ക് എൻ്റെ യേശുവാണ് എനിക്ക് വലുത് എന്നുള്ള ആ ബോധ്യത്തിൽ, എനിക്ക് വേണ്ടി ക്രൂശിൽ അവൻ സകലതും ചെയ്തു കഴിഞ്ഞു. ആ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ഉള്ളിൽ, യേശു ക്രൂശിയിൽ പൂർത്തീകരിച്ച ആ പ്രവൃത്തിയുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിന് ഞാൻ എൻ്റെ ദൈവം എനിക്ക് നൽകിയ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഞാൻ വസിക്കുന്നു. അങ്ങനെ വസിക്കുവാൻ നമ്മൾ തുടങ്ങുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ടേക്ക് ഓവർ ചെയ്യും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യനുണ്ട്, ഒരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റ് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്പിരിറ്റ്, സോൾ, ബോഡി 3 തലങ്ങളുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നപ്പോൾ അവൻ്റെ ഈ 3 ഭാഗവും കറപ്റ്റഡായി, സ്പിരിറ്റും സോളും ബോഡിയും. യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ബ്രാൻഡ് ന്യൂ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലൂടെ തന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് എഫേസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. എഫേസോസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ഇന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. എനിക്കറിയാം, ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ മനുഷ്യരുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ ഈശോ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ വിഷമങ്ങളിലേക്കും വേദനകളിലേക്കൊക്കെ ഈശോയുടെ ആത്മാവ് കടന്നു വരും, കർത്താവിൻ്റെ ശക്തി കടന്നു വരും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി നിന്ന് സ്തുതിച്ച് സാധിക്കുമെങ്കിൽ, ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾ നിറയപ്പെടുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ നിമിഷം ഇപ്പോൾ തന്നെ ബ്രേക്ക് ആകട്ടെ. യേശുവെ ആരാധന. ചില ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ്, എന്താ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിൻ്റെ റീജിയണൽ ആയിട്ടുള്ള ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ ബ്രേക്ക് ആകണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു കോൺസ്റ്റന്റ് ഫെലോഷിപ്പിൽ, ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന വചനത്തോട് ചേർന്ന് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ അഭിഷേകത്തിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം ബ്രേക്ക് ആവും. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യുന്നത് യേശുവാണ്. ഈശോ ഓൾറെഡി കുരിശിൽ അതിൻ്റെ മേൽ വിജയം നേടിയതാണ്. എന്നാൽ ആ നേടിയെടുത്ത വിജയത്തിൻ്റെ അഭിഷേകം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിറയാണ്, വെളിപ്പെടണം. അതിനാണ് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളിലൂടെ നിങ്ങളുടെ വീടും ആ സ്ഥലവും നിങ്ങളുടെ ദേശങ്ങളും വിശദീകരിക്കപ്പെടും. അവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ട, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾ നിറഞ്ഞാൽ മതി. ആത്മാവിൻ്റെ അഭിഷേകം നിറയുന്ന സമയത്ത് ആ സ്ഥലത്തെ പരിശുദ്ധാത്മാവാണ് വിശുദ്ധീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഡൊമീനിയൻ അവിടെ വരാൻ നിങ്ങൾ അനുവദിക്കുകയാണ്. നിങ്ങൾ പുള്ളി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ആത്മാഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ അന്ധകാര ശക്തികളെയും പരിശുദ്ധാത്മാവ് തകർത്തുകളയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുമ്പോൾ ഈ അന്ധകാര ശക്തികൾ മുഴുവൻ തകർക്കപ്പെടും. അപ്പോൾ കുടുംബത്തിൽ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ദുശീലങ്ങളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും പൈശാചിക അരൂപിയുടെ ആക്രമണങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി നിങ്ങൾ വചനമനുസരിച്ച് ജീവിക്കുക, കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് ജീവിക്കുക, ഉപവസിക്കുക. ദൈവവചനത്തെ ഭക്ഷിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഭവനത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിൽ നിറയപ്പെടുമ്പോൾ ദുഷ്ടാരൂപികൾ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നും നിങ്ങളുടെ വീടുകളിൽ നിന്നും എന്നേക്കുമായി വിട്ടുപോകും. യേശുവേ ആരാധന. കാരണം ദൈവമഹത്വം വ്യാപരിക്കുമ്പോൾ അവിടെ ദുഷ്ടാരൂപികൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. യേശുവേ ആരാധന. ടെറിട്ടോറിയൽ സ്പിരിറ്റ്സിൻ്റെ കാര്യം പെട്ടെന്ന് പരിശുദ്ധാത്മ ഉള്ളിൽ. എന്താ ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെയാണ് മിഷൻ ട്രിപ്സിനൊക്കെ പോകുന്ന സമയത്തും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില അസ്വസ്ഥതകൾ വരാറുണ്ട്. ചില റീജിയൻസ് ചെല്ലുമ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പോകുന്നതെങ്കിലും ചില വ്യക്തികൾക്ക് ചില സ്ഥലങ്ങളിൽ ചില റീജിയൻസ് ചെല്ലുമ്പോൾ ചില പ്രലോഭനങ്ങൾ, ചില പാപചിന്തകൾ, ചില ബലഹീനതകൾ പൊങ്ങി വരുന്നു. ഇതെല്ലാം ഒരു റീജിയനിൽ വരുമ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ റീജിയനെ വാഴുന്ന ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഉണ്ട്. അതാണ് ആ സ്പിരിറ്റ്. അപ്പം ചില രാജ്യങ്ങളിലൊക്കെ പോകുന്ന മിഷണറിമാർ വലിയ സ്ട്രഗിൾസിലൂടെ പോയിട്ടുണ്ട്. അവർ നല്ല ഉദ്ദേശത്തോടു കൂടി ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആ രാജ്യത്ത് ചെന്ന് ശുശ്രൂഷ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സിൻ്റെ ആക്രമണങ്ങളും സഹനങ്ങളും വന്ന് ചിലവരെ ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റ് ഡോമിനേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ കാണുന്നത് മിഷണറിമാരെ അല്ല, വളരെ വേഴ്സ് ആയിട്ടുള്ള വേറൊരു വ്യക്തിയെ കാണുന്നത്. ഇത് പൊസസ് ചെയ്യുക, അങ്ങനെയുള്ളവരെ പൊസസ് ചെയ്യാൻ അവർ പോലും അറിയാതെ അവരുടെ ആ വിശ്വാസത്തിൽ നിന്ന് പല സാഹചര്യങ്ങൾ കൊണ്ട് അവർ അകന്നു പോയി കഴിയുന്ന സമയങ്ങളിലാണ്, അവർ ബലഹീനരാക്കപ്പെട്ട സമയങ്ങളിലാണ്
അല്ലെങ്കിൽ അവരെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ ഈശോയുടെ കരുണയോ കൃപയോ അവർ പലരും പല തലത്തിലാണല്ലോ ഇതിനെ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ബലഹീനതയെ ഡോമിനേറ്റ് ചെയ്ത് പല 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 റോങ് ആയിട്ടുള്ള ഡിസിഷനും അവർ എടുത്തു പോയിട്ടുണ്ട്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷകർക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. വചനപ്രഘോഷകർക്ക് വേണ്ടിയും എല്ലാ കർത്താവിൻ്റെ വേല നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇതൊരു ആത്മീയപരമായിട്ടുള്ളൊരു സമരം, ഒരു സ്പിരിച്വൽ ബാറ്റിലുണ്ട്. ആ ബാറ്റില് ഈശോ കുരിശുമരണത്തിൽ നേടിയെടുത്ത വിജയത്തിന്റെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മൾക്ക് 3 തലങ്ങളുണ്ട്. നമ്മുടെ സോൾ റെലവും, നമ്മുടെ ബോഡി ഫിസിക്കൽ റെലവും, നമ്മുടെ സ്പിരിറ്റ് റെലവും. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് മടുക്കുകയും വിഷമിക്കുകയും മനസ്സിന് മുറിവുകൾ ഏൽക്കുകയും ഒക്കെ ചെയ്യുകയും നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ ആത്മാവിൻ്റെ അഭിഷേകം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇത് ഡോമിനേറ്റ് ആ സമയത്താണ് റോങ് ഡിസിഷൻസ് എടുക്കുന്നത്. ചിലപ്പോൾ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമുക്കത് അറിയാൻ പോലും വരും. അങ്ങനെയുള്ളവരെ വചനപ്രഘോഷകരാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ വീണുപോകും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എല്ലാ വചനപ്രഘോഷകരും ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിനകത്ത് ഒരു വ്യക്തി ജീവിക്കുമ്പോഴാണ് അത് ജീവിക്കണം. അത് കർത്താവിൻ്റെ കൃപയാണ് കേട്ടോ, നമ്മൾ നേടിയെടുക്കുന്നതല്ല, കർത്താവിൻ്റെ കൃപയാണ്. ഇന്ന് ഈ വചനം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതും ഈ ഒരു അസൈൻമെൻറ്റ് കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഇത് പറയാൻ പങ്കുവെച്ചതും നിങ്ങളിത് കേൾക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ നമ്മളിത് അറിയുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അപ്പോസ്തലൻ പൗലോസ് പഠിപ്പിക്കുന്നില്ലേ 1 കൊരിന്ത്യർ 15 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. വലതുവരെ ഉയർത്തി പറഞ്ഞു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പറഞ്ഞേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് ഞങ്ങൾ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ മുൻപോട്ട് പോകാനുള്ള കൃപകൾ നൽകി ഞങ്ങളെ വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആർക്കാണ് ആത്മാവിന്റെ അഭിഷേകത്തിൽ വഴി നടത്തപ്പെട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നത്? ഈശോയിലൂടെ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക്. യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും നാഥനും, ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു, എൻ്റെ നാഥനാണ് ഈശോ എന്ന് അധരം തുറന്ന് ഏറ്റുപറഞ്ഞ് ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിലൂടെ റിക്രിയേറ്റഡായ പുതിയ സ്പിരിറ്റ് ലഭിച്ചവരാണ് ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളും. എഫെസോസ് ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികളൊക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പറഞ്ഞേ, നമ്മളെ ദൈവം യേശുക്രിസ്തുവിൽ സൃഷ്ടിച്ചിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പുതിയ സ്പിരിറ്റിനെ ദൈവം നിനക്ക് തന്നേക്കുള്ളൂ, ഒരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റ്. ഇനി പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ഫെലോഷിപ്പിൽ ജീവിക്കും. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ ജീവിക്കുമ്പോൾ അഹന്തയെ ദൈവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. നമ്മൾ കുറച്ചു മുമ്പ് കേട്ടൊരു വാക്യമുണ്ട്, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ യോഹന്നാൻ പഠിപ്പിക്കുന്ന എന്താണ് നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി മാറ്റുന്നത്? ജഡത്തിന് ദുരാശ. ജഡത്തിന് ദുരാശയുണ്ടോ? ജഡത്തിന് ദുരാശയുണ്ട്. കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ ഈ 3 കാര്യങ്ങൾ: ജഡത്തിന് ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മാവിൻ്റെ ഒരു മൂവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ശുശ്രൂഷയിൽ നടക്കുന്നതിനെ പിശാച് അത് സഹിക്കത്തില്ല. അതാണ് എങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് പിശാചിൻ്റെ പരിപാടി. അങ്ങനെ ജഡത്തിൻ്റെ അഹന്ത, ജഡത്തിൻ്റെ ദുരാശ, ഇതെല്ലാം പൊക്കിക്കൊണ്ട് വരും. ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്നാ കിട്ടി, കണ്ടില്ലേ, അവനതില്ലേ, ഇവനിതില്ലേ, നിനക്കത് വേണ്ട, ഇത് വേണ്ടേ, ഇതൊക്കെയായിട്ട് നമ്മുടെ മനസ്സ് മുഴുവൻ കലുഷിതമാക്കും. എനിക്കത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ, ഞാനിനി എന്ത് ചെയ്യണം, ഞാനിനി അത് ചെയ്യാത്ത കൊണ്ടാണോ എനിക്കിത് എൻ്റെ കാര്യങ്ങൾ നടക്കാത്തത്, അയ്യോ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നെ എങ്ങനെയെങ്കിലും ചോർത്തിക്കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പദ്ധതി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നീ ഇപ്പോൾ നിറയപ്പെടുമ്പോൾ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഹിതമാണത്. ആ ഹിതത്തിനകത്ത് നീ അലൈൻഡ് ആയിട്ട് നിൽക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം നിനക്ക് വേണ്ടത് ദൈവം ചേർത്ത് തരും. ഇന്നത്തെ ദിവസം
നീ പരിശുദ്ധാത്മാവിന് പ്രയോറിറ്റി കൊടുത്ത് ആത്മാവിനോട് ചേർന്ന് ജീവിക്കുകയും വചനം കേൾക്കുകയും വചനാഭിഷേകത്തിൽ നിറയുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെയും നിനക്ക് അതുപോലെ കൃപ സ്വീകരിക്കുവാൻ ദൈവം സമയം ഒരുക്കി തരും. എന്നാൽ ആ സമയത്തിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഈശോയോട് ചേർന്നുള്ള ആ ഫെലോഷിപ്പിൽ നീ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും. കാരണം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥ വിടുതൽ. യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. എല്ലാ വിടുതലുകൾക്കും വേണ്ട വില മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അത് എടുത്ത് ആ അഭിഷേകത്തിൽ ജീവിക്കാനാണ് യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമുക്കതൊന്നും ഇഷ്ടമില്ല. നമുക്ക് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കേണ്ട, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാര്യം നടക്കണം. ഇപ്പോഴത്തെ കാര്യം നടക്കാൻ നമ്മൾ ജഡത്തിൽ ആശ്രയിക്കരുത്, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമ്പോൾ നിനക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്, ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ളത് പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഇന്ന് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണം. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ദ പ്രൈഡ് ഓഫ് ലൈഫ്. അത് ശുശ്രൂഷ മേഖലയിലുള്ളവർക്കടക്കം എല്ലാവർക്കും ഉണ്ടാകണം. പ്രൈഡ് ഓഫ് ലൈഫ്. ഞാൻ എന്തോ ആണ്, നീ എന്താന്ന്, നമ്മളെന്താന്ന് ഈ പറയുന്നത്? ഈ ഭൂമി ജനിച്ചത് തന്നെ കൃപ. കേൾവി ശക്തി കിട്ടിയത് കൃപ, കാഴ്ച കിട്ടിയത് കൃപ, ശ്വസിക്കാൻ പറ്റുന്ന കൃപ, എല്ലാം കൃപയാണ്. മൊത്തം കൃപയായിട്ടിരിക്കുമ്പോഴത്തേക്കും എല്ലാം ദാനമായിട്ട് നിൽക്കുമ്പോൾ എന്തോ ആണെന്നുള്ളൊരു ഭാവം, പ്രൈഡ് ഓഫ് ലൈഫ്. അപ്പോൾ ദൈവം ഏറ്റവും വലിയ കോമഡി ആയിട്ട് സ്വർഗത്തിൽ നിന്ന് കാണുന്ന ഒരു സംഭവമാണ് ഈ ഭൂമി. ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഞാൻ എന്തൊക്കെയോ അച്ചീവ് ചെയ്തു. പലപ്പോഴും നമ്മുടെയൊക്കെ കല്യാണങ്ങളും നമ്മുടെയൊക്കെ ഓരോ പ്രോഗ്രാമുകളും വീട് വെക്കുന്നതും വാഹനം മേടിക്കുന്നതൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ ഈ പ്രൈഡ് ഓഫ് ലൈഫ്, ഞാൻ നിങ്ങളെക്കാളും ബെറ്ററാണ്, അല്ലെങ്കിൽ ഞാൻ എന്തോ ആണെന്നൊന്ന് പ്രൂവ് ചെയ്യണം. സ്വയമേ പ്രൂവ്, അത് എത്ര പ്രൂവ് ചെയ്യാൻ പറ്റിയാലും വീണ്ടും വീണ്ടും അത് കൂടത്തേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ അറിയാം, അത് കുറയത്തില്ല, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈഡ് എന്ന് പറയുന്ന സംഭവം അത് കൂടുക. ഇവിടെ മനസ്സിന് സൗഖ്യം വേണം, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയണം. യുവർ ഇറ്റേണിറ്റി ഈസ് ഇൻ ഡേഞ്ചർ സോൺ. ഡേഞ്ചർ സോണിനകത്താണ് നിൽക്കുന്നത്. റെഡ് സോൺ, നമ്മുടെ റെഡ് അലേർട്ട് എന്നൊക്കെ പറയുന്നത്, റെഡ് അലേർട്ടിനകത്ത് നിൽക്കും ആൾക്കാർ. അവരറിയുന്നില്ല. ബാങ്കിൽ ഒത്തിരി പൈസ കാണും, കുറേ സ്വത്തുക്കൾ ഇതെല്ലാം കിടക്കുന്നുണ്ട്, ആ റെഡ് അലേർട്ടാണെന്നൊന്നും അറിയുന്നില്ല. ആത്മാവിൻ്റെ അഭിഷേകത്തിന് ഫെലോഷിപ്പിനകത്ത് നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ്. ലൈഫ് പോലും മീനിങ്ലെസ് ആണ്. എന്നാൽ ആത്മാവിൻ്റെ അഭിഷേകത്തിനകത്തോട് വരുമ്പോൾ ഇന്ന് കടന്നു പോകുന്ന സഹനത്തിൻ്റെ നടുവിൽ നിങ്ങൾ കർത്താവിനെ ഉയർത്തും. ആനന്ദം ലഭിക്കും, സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും, സ്വസ്ഥത ലഭിക്കും. മാത്രമല്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളിലേക്ക് ദൈവകൃപ വെളിപ്പെടും. ഇതിനകത്ത് നിന്ന് നിങ്ങൾ അനേകരെ സഹായിക്കുന്ന വ്യക്തിയാക്കി മാറ്റും ദൈവം. ഈ ഭൂമിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി തീരും. അങ്ങനെ അത്ഭുതകരമായ വിജയകരമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഈശോയെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ വഴി നടത്തണമേ, ശക്തിപ്പെടുത്തണമേ. ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ വഴി നടത്തണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഒരു പേരിങ്ങനെ ഉള്ളിൽ ദൈവാത്മാവ് നൽകുന്നത്, സുമ എന്നൊരു പേര്. സുമേനെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു. ജിഷ്ണു എന്ന് പറഞ്ഞൊരു പേര് ഈശോ എടുത്ത് കാണിക്കുന്നു. ജിഷ്ണുവിനെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു വിളിയാണ്. ആ വിളിക്ക് അനുസൃതമായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. ദൈവം ഒരു കോള് തരിക, വിളിക്കുകയാണ്. നിങ്ങളെ സ്പർശിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ച് ദൈവം നിങ്ങളെ ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് ഉള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യൻ സെയിൻറ്റ് തോമസ് ലീഗ കേരളത്തിൽ വന്ന സമയത്ത് അന്ന് സൊറാസ്ട്രിയൻസ് ആയിട്ടുള്ള കുറേ മനുഷ്യർ കേരളത്തിലുണ്ടായിരുന്നു. ജൂതന്മാർ കുറേ മനുഷ്യരുണ്ടായിരുന്നു. ശിവഭക്തരായിട്ടുള്ള കുറേ മനുഷ്യർ കേരളത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ പോലത്തെ ഒരു അതെന്താ പറയുന്നത്, ഏകദൈവ വിശ്വാസം, അത് തന്നെ പല പേരുകളിലുള്ള, ഇപ്പം പാഴ്സി സൊറാസ്ട്രിയൻസിൻ്റെ ഇടയിൽ അഹുറ മസ്ത എന്ന് പറഞ്ഞൊരു ദൈവസങ്കല്പമാണ്. ജൂതന്മാരുടെ ഇടയിൽ യഹോവ എന്നൊരു ഏകദൈവ സങ്കല്പം സെയിം തന്നെ. ഇപ്പോൾ സൊറാസ്ട്രിയൻസിൻ്റെ ഇടയിൽ അഹുറ മസ്തേനെയാണ് അവർ ആരാധിച്ചുകൊണ്ട് ഏകദൈവം, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച നിയന്ത്രിക്കുന്ന ഏകദൈവം എന്നുള്ള വിശ്വാസം. അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കുറേ വ്യക്തികൾക്ക് മരണമില്ലാത്ത ദൈവം,
മരണമില്ലാത്തവൻ, അങ്ങനെയുള്ളൊരു വിശ്വാസത്തിലാണ് ശിവനെ ആരാധിക്കുന്നത്. അതൊരു ഏകദൈവം പോലെ, ഇന്നത്തെ പോലെ ഹിന്ദു മതത്തിലെ പോലെ വ്യത്യസ്ത സങ്കല്പങ്ങളെക്കാൾ ഉപരിയായിട്ട് അങ്ങനെ ശിവനെ മാത്രം ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നതായിട്ട് കരുതപ്പെടുന്നു. സൊറാസ്ട്രിയൻ വിശ്വാസം ഉണ്ടായിരുന്നു. ജൂതന്മാരായിട്ടുള്ള യഹോവയിൽ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അപ്പസ്തോലൻ കേരളത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് ആദ്യം വഴി നടത്തിയത് ഈ ജൂത വിശ്വാസത്തിൽപ്പെട്ട പല വിഭാഗത്തിൽപ്പെട്ടവരെയായിരുന്നു. പിന്നീട് സൊറാസ്ട്രിയൻസ് ആയിട്ടുള്ള അവരുടെ ഇടയിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുവാനിടയായി തീർന്നു. ശിവഭക്തരായിട്ടുള്ളവരുടെ ഇടയിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. അപ്പോൾ അവിടെയൊന്നും സെയിൻറ്റ് തോമസിൻ്റെ മിഷൻ എന്തായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഓരോ വ്യക്തിയും നിറയപ്പെടുക എന്നുള്ളതായിരുന്നു. ആ മിഷനിലേക്ക് സെയിൻറ്റ് തോമസ് പ്രീച്ച് ചെയ്തു. ഓരോ വ്യക്തിയുടെ അരികിൽ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നു. എന്തിന്? നിങ്ങൾക്ക് രക്ഷ ലഭിച്ച് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടി. ഈ ഒരു ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ സ്പിരിറ്റിൽ നിറയപ്പെടുമ്പോൾ നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ സ്പിരിറ്റ് കിട്ടുന്നു. ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിനകത്ത് നിറഞ്ഞ് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ സോൾ, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരത്തിലേക്കും ഈ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ് നിങ്ങൾ യഥാർത്ഥ മനുഷ്യരായി നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അവരൊരു മതം കൾട്ടിവേറ്റ് ചെയ്യുകയല്ലായിരുന്നു. അവർ പരിശുദ്ധാത്മാവിൻ്റെ, കർത്താവിൻ്റെ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് ജനങ്ങളെ പ്രവേശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഹല്ലേലൂയ. അപ്പം ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുമ്പോൾ ഉള്ളിൽ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് കിട്ടുന്ന ഒരു വ്യക്തിക്ക് അറിയാം, ക്രിസ്തു എന്നോടൊപ്പമുണ്ട്. നൗ ഗോഡ് ഈസ് നോട്ട് ഫാർ അവേ ഫ്രം മീ, റാദർ ഹി ലിവ്സ് ഇൻസൈഡ് ഓഫ് മീ. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ലിവ്സ് ഇൻസൈഡ് ഓഫ് യു. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ബിലീവേഴ്സ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ എക്സ്പ്ലോസീവായിട്ടുള്ള വലിയ മഹത്വം ഇറങ്ങി നിന്ന് അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചു, അടയാളങ്ങൾ സംഭവിച്ചു, വീര്യപ്രവർത്തികൾ സംഭവിച്ചു. ദൈവികമായ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ അവരുടെ ഇടയിൽ വെളിപ്പെട്ടു. അവർ യേശുവിൻ്റെ കുരിശിലെ ബലിയെ ഓർത്തു. അവർ പരിശുദ്ധ കുർബാന, കർത്താവിൻ്റെ ഹോളി കമ്മ്യൂണിയൻ, യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ ആ സ്ഥലങ്ങളിൽ ഒരുമിച്ചിരുന്ന് അവർ സെലിബ്രേറ്റ് ചെയ്തു. കർത്താവിനെ ആരാധിച്ച് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോഴൊക്കെയും അവർക്ക് ഉള്ളിൽ ആത്മാവിൻ്റെ ശക്തി വർദ്ധിക്കുവാനിടയായി തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കുവാൻ വേണ്ടി തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ നമുക്ക് എങ്ങനെ വളരാൻ സാധിക്കുന്ന? ഈ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കും. പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ള കാര്യം എന്തൊക്കെയാണ്? ഈശോനെ ആരാധിക്കുന്നത്, ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നത്, നമ്മൾ വചനം പ്രഘോഷിക്കുന്നത്, വചനം അനുസരിച്ച് ജീവിക്കുന്നത്, ഹല്ലേലൂയ, മറ്റുള്ളവർക്കായി നന്മ ചെയ്യുന്നത്, നമ്മുടെ കർത്തവ്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്നത്, ജോലിയെല്ലാം വൃത്തിയായിട്ട്. ഇപ്പം നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും പൗലോസിനെ പഠിപ്പിക്കുന്നുണ്ട്, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ അവിടെ ആരും കാണുന്നില്ലേലും വിശ്വസ്തയോടുകൂടി ആ ജോലി ചെയ്യുമ്പോൾ ദൈവം കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ജോലി തന്നെ ഒരു ആരാധനയാണ്. ജോലി ആരാധനയാണ്. പുതിയ നിയമത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. യുവർ വർക്ക് ഈസ് എ വർഷിപ്പ്. അത് ദൈവത്തോടുള്ള ഒരു ആരാധനയായിട്ട്. ആ സമയത്ത് ചിലപ്പോൾ ആരും, നിങ്ങളുടെ യജമാനനോ നിങ്ങളുടെ മാനേജറോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരില്ലെങ്കിൽ പോലും അവിടെ വിശ്വസ്തയോടുകൂടി നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിൽ വർദ്ധിക്കുവാനിടയായിത്തീരും. പ്രാക്ടിക്കലായിട്ടുള്ള പ്രിൻസിപ്പിൾസാണ് പുതിയ നിയമത്തിൽ തന്നേക്കുന്നത്. പുതിയ നിയമം എന്നുള്ളത് ദൈവം നമ്മളോട് കൂടെ വന്ന് വസിച്ച് ആത്മാഭിഷേകത്തിൽ വിശ്വസ്തയോടുകൂടി ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് സ്വർഗം നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു കെയറായിട്ട് ഒരു പ്രായം ചെന്ന വ്യക്തി നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ആരും ഇല്ലായിരിക്കും. ആ പ്രായം ചെന്ന വയ്യാത്ത വ്യക്തി മാത്രമായിരിക്കും ഉള്ളത്. എന്നാൽ വിശ്വസ്തയോടുകൂടി അവിടെ ദൈവത്തോട് ചേർന്ന് നിങ്ങൾ അവിടെ ആ വ്യക്തിയെ ശുശ്രൂഷിക്കുമ്പോൾ ചിലപ്പം മറ്റുള്ളവർ, നിങ്ങളുടെ ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യുന്നതിന് 10-1 പോലും ജോലി ചെയ്യുന്നില്ലായിരിക്കും. അവരോട് കമ്പയർ ചെയ്ത് ദൈവം കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ വിശ്വസ്തയോടുകൂടി അവിടെ ജോലി ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ നിറയപ്പെടും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടാകും. ദൈവം നിങ്ങളെ കാണുന്നു, നിങ്ങളെ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. പാപം ചെയ്യുവാൻ അവസരം ലഭിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അതിന് നോ പറഞ്ഞ് അതിനെ മറികടക്കുമ്പോൾ കർത്താവിൻ്റെ അഭിഷേകം നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. കർത്താവ് നിങ്ങളെ കരങ്ങളിലെടുത്ത് ഉയർത്തും. യേശുവേ ആരാധന. ജോസഫ് എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ വിശുദ്ധനായ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ
പോത്തിഫറിന്റെ ഭാര്യയോട് ചേർന്ന് വ്യഭിചരിക്കുവാനുള്ള ഒരു അവസരം അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ അവസരങ്ങളൊക്കെ പിശാച് ചിലപ്പോൾ മുമ്പോട്ട് കൊണ്ടുവരും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ ചിലപ്പോൾ ചില അവസരങ്ങൾ, ഈശോയുടെ മുമ്പിൽ പിശാച് വന്നിട്ട് പറഞ്ഞത്, നീ എന്നെ വണങ്ങിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകല ഗ്ലോറിയും നിനക്ക് നൽകാം. സാത്താൻ പറയും ചിലപ്പോൾ, സാത്താനെ ആരാധിച്ചാൽ മതി, എല്ലാം നൽകും. ചില പ്രപഞ്ച ശക്തികളെ, ചില പ്രപഞ്ച ലോകശക്തികളെ ആരാധിച്ചാൽ മതി, എല്ലാം നിനക്ക് ലഭിക്കും. ജഡത്തിനകത്തങ്ങ് പൊക്കോ, ഇത്രയൊക്കെ ജീവിതത്തിൽ സഹിച്ചില്ലേ, ഇനി എന്തിനാ ജഡത്തിൻ്റെ ആസക്തികൾക്ക് വിധേയപ്പെടുന്നത്? അതിൻ്റെ പുറകെ പൊക്കളം പിശാച് പറയുമ്പോൾ അതിനകത്ത് മനുഷ്യൻ വീണു പോവുകയാണ്. പക്ഷെ ദൈവം ഇതെല്ലാം അവിടെ അനുവദിക്കുകയാണ്. അതായത് ജോസഫിന് അങ്ങനെ ഒരു പ്രലോഭനം ഉണ്ടാകാൻ ദൈവം അനുവദിച്ചു. ജോസഫിന് പോത്തിഫറിൻ്റെ ഭാര്യ വന്ന് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ വാസ്തവത്തിൽ അവിടെ ജോസഫിന് മുൻപിൽ ഒരു ചോയ്സ് ഉണ്ട്. അന്ന് നിയമം നൽകപ്പെട്ടിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസിനകത്ത് നിൽക്കുന്ന ജോസഫിന് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. ഇത് ശരിയാണോ, ഇത് തെറ്റാണോ? പരിശുദ്ധാത്മാവ് ഉള്ളിൽ പറയും ഇത് തെറ്റാണെന്നൊരു ഒരു ബോധ്യം കിട്ടി ജോസഫ് അതിന് പിന്മാറിക്കഴിഞ്ഞപ്പം നന്മയല്ല സഹനമാണ് ഉണ്ടായത്. ചിലപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സഹനമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ സഹനം നിങ്ങളെ ദൈവം നൽകുന്ന വലിയൊരു പ്രമോഷൻ സ്വീകരിക്കുവാൻ നിങ്ങളെ യോഗ്യയാക്കി തീർക്കും. ഞാൻ പറയുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ട് നിങ്ങൾക്ക് സഹനം ഉണ്ടാകുന്നെങ്കിൽ ദൈവം നൽകുന്ന വലിയ പ്രമോഷൻ, വലിയ അനുഗ്രഹം, വലിയ നന്മകൾ സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാക്കി തീർക്കുന്നു. ജോസഫിന് അതുവരെ ദൈവം ദർശനങ്ങളിലൂടെയാണ് സംസാരിച്ചത്. ദർശനങ്ങൾ ദൈവം കൊടുക്കുവാൻ, വിഷൻസ്. ആ വിഷൻസ് ലഭിക്കുന്ന ഒരു കൃപാവരം ജോസഫിനുണ്ടായിരുന്നു. ആ കൃപാവരത്തിൽ നിന്ന് ജോസഫിന് ആ ദർശനങ്ങൾ വിവർത്തനം ചെയ്യാനുള്ള മറ്റൊരു കൃപ ദൈവം ആ സമയത്ത് കൊടുക്കുവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ കൃപ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ, ദൈവത്തിൻ്റെ കൂടുതൽ വരങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവും. അതുതന്നെയാണ് ജോസഫിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം. പിന്നീട് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായത് എങ്ങനെയാണ്? ഈ കൃപാവരങ്ങൾ വർദ്ധിച്ചു. അപ്പം ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു, സകലതും പൂർത്തീകരിച്ചു, പാപപരിഹാര ബലിയായി തീർന്നു. ഇനി ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇനി ഒരു ചോയ്സ് ഉണ്ട്. യു ക്യാൻ ലിവ് ആസ് എ വിക്ടോറിയസ് റൈച്ചസ് മാൻ ഓർ എ ഡിഫീറ്റഡ് റൈച്ചസ് മാൻ. യേശു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട നിങ്ങൾക്ക്, ദൈവത്തിൻ്റെ മകളായി തീർന്ന നിങ്ങൾക്ക് പരാജയപ്പെട്ട ഒരു മകനായി ജീവിക്കാം, വിജയിച്ച ഒരു മകനായിട്ട് ജീവിക്കാം. വിജയിച്ച ഒരു മകന് വേണ്ടി ദൈവം ചില ഉയർച്ചകൾ, ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഒരു പ്രലോഭനം ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് പറയും, ആരറിയാനാടാ, മദ്യവെക്കുക അല്ലെങ്കിൽ ഡ്രഗ്സ് ഒന്ന് യൂസ് ചെയ്യുക. ആ സമയത്ത് വെൻ യു സേ നോ എന്ന് പറയുമ്പോൾ ഈ പറയുന്നവരെല്ലാം കളിയാക്കുമായിരിക്കും. ചിലപ്പോൾ നാളെ നിങ്ങൾക്കൊരു സഹനമായിരിക്കും വരുന്നത്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ചില പാപം ചെയ്യാനുള്ള അവസരമുണ്ട്, നിങ്ങളതിൽ നിന്ന് പുറകോട്ട് മാറി. അതിന് പേര് ചിലപ്പോൾ കളിയാക്കലുകളും മാറ്റി നിർത്തലുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സമക്ഷം, ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന ചില ട്രാൻസ്ഫറുകളുണ്ട്, ചില ബ്ലെസ്സിങ്സ് ഉണ്ട്. പിശാചിനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാത്താൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ ഇന്നുള്ള സംഭവത്തിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് ഭൂമി അഡ്വാൻസ് ചെയ്യാൻ സാത്താന് പറ്റത്തില്ല. ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ള സംഭവത്തെയൊക്കെ എടാ നിനക്ക് ഞാൻ ഈ സമ്പത്ത് തരാം, അത് തരാം, ഇത് തരാം എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ള ഈ ഗ്ലോറിക്കകത്ത് നിർത്തി നിന്നെ കാണിച്ച് നീ ജഡത്തിനനുസരിച്ച് ജീവിക്കുക, സാത്താനെ ആരാധിക്കുക, ലോകശക്തി ആരാധിക്കുക, അന്ധകാരശക്തി ആരാധിക്കുക, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ പുറകെ ഇതെല്ലാം കിട്ടുമെന്ന് കാണിച്ച് മനുഷ്യനെ വഴിതെറ്റിക്കാനല്ലാതെ ദൈവം നൽകുന്ന ഉയർച്ച സാത്താൻ ഒരിക്കലും നൽകാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് നീ ദൈവത്തോട് ചേർന്ന്, വചനത്തോട് ചേർന്ന് ജീവിച്ച് ചില സഹനങ്ങളെ അതിജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉയർച്ചകൾ നിന്റെ അരികിലേക്ക് കടന്നു വരും. പരിശുദ്ധാത്മാവിന് മാത്രം നൽകുവാൻ കഴിയുന്ന, അതായത് നിങ്ങളെ ആള് മാറിയവനെ പോലെയാക്കും പരിശുദ്ധാത്മാവ്. ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫിനെ ആള് മാറിയവനെ പോലെയാണ് ജോസഫിന്റെ സ്പിരിറ്റും സോളും ബോഡിയും ഒക്കെ കംപ്ലീറ്റ്ലി പരിശുദ്ധാത്മാവ് ട്രാൻസ്ഫോം ചെയ്തു. പിന്നീട് സ്വന്തം സഹോദരങ്ങൾ ജോസഫിനെ കാണുമ്പോൾ പഴയ ആളായിട്ടല്ല കാണുന്നത്, പുതിയ ഒരാളായിട്ടാണ്. അവർക്ക് മനസ്സിലാകുന്ന പോലുമില്ല. ജോസഫ് ആണെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഇവരിൽ നിന്നേറ്റ മുറിവുകളും വേദനകളും ഒക്കെ മറന്നും പോയി.
അതിൻ്റെ കാരണം എന്താ? ജോസഫിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കൃപ വന്നപ്പോൾ ആ കൃപ ഇതെല്ലാം മറക്കുവാനുള്ളൊരു ഗ്രേസ് പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈശോയുടെ കൃപ നമ്മൾ നിറയപ്പെടുമ്പോൾ പല കാര്യങ്ങളും മറക്കുവാനും പല കാര്യങ്ങളും പൊറുക്കുവാനുമുള്ളൊരു ഗ്രേസ് ഈശോയുടെ ആത്മാവ് നമുക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഈശോ നമ്മളെ വിളിക്കുകയാണ്. ജഡത്തിൻ്റെ ദുരാശയെ മറികടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ലോകത്തിൻ്റെ ഈ പ്രപഞ്ചം നൽകുന്ന അല്ലെങ്കിൽ ഈ ലൈഫ് നൽകുന്ന പ്രൈഡ്, അഹന്തയെ മറികടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ പരിശുദ്ധാത്മാവോടൊരു ഫെലോഷിപ്പിലായിരിക്കുക. ചില സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് വചനം കേൾക്കുകയും വചനം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് റിലീഫ് വരും. കാരണം ഈ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇത് വീട്ടിൽ ഇങ്ങനെ ഒരു ബുക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എ ബുക്ക്. എന്നാൽ ഇത് തുറന്ന് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ, ഇപ്പോൾ യോന എഴുതിയ 1-ാം ലേഖനം ഇന്ന് സാധിക്കുമെന്ന് വായിച്ചു നോക്കി. ആ ലേഖനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലോട്ട് വ്യാപരിക്കും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഈ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നതിന് വേണ്ട വില മുഴുവൻ ഈശോ കൊടുത്തു. ഇനി പരിശുദ്ധാത്മാവിനനുസരിച്ച് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളുണ്ടാവും. ഈ സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ നമ്മുടെ പ്രൈഡിനെ, ആ പ്രൈഡിൻ്റെ മേഖലയെ, അതായത് ജീവിതത്തിൻ്റെ അഹന്ത, കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ഇതെല്ലാം ഇട്ട് നമ്മളെ പലതരത്തിലും ഞെരുക്കാൻ ശ്രമിക്കുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു, റിലേ ഓൺ ജീസസ് ആൻഡ് ഹിസ് ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ക്രോസ്. ആ സമയത്ത് നമ്മൾ കർത്താവ് കുരിശിൽ ചെയ്തു കഴിഞ്ഞ പൂർത്തീകരിച്ച പ്രവൃത്തിയെ, സാത്താൻ്റെ മേൽ അവൻ വിജയം നേടി, നിന്നെ ഇന്ന് അസ്വസ്ഥപ്പെടുന്ന സാത്താൻ്റെ മേൽ യേശു ക്രൂശിൽ നേടിയെടുത്ത ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പരിഹാര ബലിയിലൂടെ അവിടുന്ന് നിന്നെ വിജയിപ്പിച്ചിരിക്കുന്നു. സോ യു ആർ ഇൻ ദ വിക്ടോറിയസ് സൈഡ്. ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായ നിനക്ക് അവൻ്റെ മേൽ ഒരു വിജയം കർത്താവ് തന്നിട്ടുണ്ട്. ആ വിജയം എവിടെയായിരിക്കുന്നത്? ആത്മാവിൻ്റെ ലോകത്ത്. പറയുന്ന കറക്റ്റായിട്ട് കേൾക്കണം. ഇപ്പം നിങ്ങളുടെ പേര് ഇപ്പം രാജു എന്നായിരിക്കട്ടെ. രാജു എന്ന വ്യക്തി ഇപ്പോൾ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കുകയാണ്, സാത്താൻ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എനിക്കതിനെ വിജയമൊന്നും കിട്ടിയിട്ടില്ല, എനിക്കെങ്ങനെ വിജയം കിട്ടുന്നത്, എനിക്കിപ്പോഴും സാത്താൻ്റെ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ആണല്ലോ. രാജു എന്ന വ്യക്തിയെ നോക്കി ഞാൻ പറയുന്നു, രാജു എന്ന വ്യക്തി, അനീഷ് എന്ന വ്യക്തിക്ക് വിജയം ലഭിച്ചത് ആത്മാവിൻ്റെ ലോകത്തിൽ യേശു ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയിലൂടെയാണ്. യേശു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തിയിലൂടെ ആത്മാവിൻ്റെ ലോകത്തിൽ നേടിയെടുത്ത വിജയം, അത് സ്പിരിറ്റ് തലത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ്, ഇറ്റേണൽ ആയിട്ടുള്ള വിക്ടറിയാണ്. എന്നാൽ ആ വിക്ടറിയിലേക്ക് നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവുമായിട്ട് അലൈൻ ചെയ്ത്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇതൊന്ന് പഠിപ്പിക്കാൻ എന്നെ സഹായിക്കണേ. ആത്മാവിൻ്റെ അഭിഷേകത്തിനകത്ത് നമ്മൾ നിറയപ്പെടുമ്പോഴാണ് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞാൽ വിജയത്തിൻ്റെ ശക്തി നമ്മളായിരിക്കുന്ന സോൾ റലത്തിലേക്കും ഫിസിക്കൽ റലത്തിലേക്കും അത് മാനിഫെസ്റ്റ് ആകുന്നത്. യേശു ആരാധന. ഇപ്പോൾ ഒരു വീടിന് 3 നിലയുണ്ടെങ്കിൽ 3 നിലയുണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു സംഭവം ഇരിക്കുന്നത്, നിങ്ങളുടെ വണ്ടിയുടെ കീ ഇരിക്കുന്നത് 3-ാമത്തെ നിലയിലാണ്. നിങ്ങളിപ്പോൾ 1-ാമത്തെ നിലയിലാണ്. നിങ്ങളിപ്പോൾ ഇത് താഴത്തെ നിലയിലാണ്. 3-ാമത്തെ നിലയിലാണ് വണ്ടിയുടെ കീ ഇരിക്കുന്നത്. വണ്ടി ഇവിടെ കാർപ്പുറച്ചിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കൊരു സ്ഥലത്ത് പോകണം. നിങ്ങൾ 1-ാമത്തെ നിലയിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി തുറക്കാൻ നോക്കിയിട്ട് വണ്ടി തുറക്കാൻ പറ്റുന്നില്ല. വണ്ടിയുടെ കീ ഇല്ല. കീ എവിടെ ഇരിക്കുന്നത്? അത് 3-ാമത്തെ നിലയിലാണ്. ഇപ്പം 2-ാമത്തെ നിലയിലോട്ട് കയറാൻ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ 2-ാമത്തെ നിലയിലെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് 3-ാം നിലയിലോട്ട് പോകാൻ തോന്നുന്നില്ല. നിങ്ങൾ വീണ്ടും 1-ാം നിലയിലോട്ട് വരും. ഇതാണ് മനുഷ്യ ജീവിതം. പക്ഷെ നിങ്ങളുടെ കീ ഇരിക്കുന്നത് 3-ാം നിലയിലാണ്. പക്ഷെ കീ ഉണ്ട്, നിങ്ങൾക്ക് കാറും ഉണ്ട്, എല്ലാം ഉണ്ട് നിങ്ങൾക്ക്. പക്ഷെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം 3-ാം നിലയിലോട്ട് കയറുന്നില്ല. ഇതാണ് സിമ്പിളായിട്ട് ഇപ്പം പരിശുദ്ധാത്മാവ് എനിക്ക് ഇപ്പം മനസ്സിലാക്കി തന്നൊരു കാര്യം. ഹല്ലേലൂയ. ആ 3-ാം നിലയിലോട്ട് കയറി ആ കീ എടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ആവും. പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അങ്ങോട്ട് കയറണമെങ്കിൽ ഈശോയോടുള്ള സ്നേഹബന്ധമാണ് അങ്ങോട്ട് കയറ്റുന്നത്. 3-ാം നിലയെന്ന് ഞാനിപ്പോൾ പറയുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയിലുള്ള ആ ഫെലോഷിപ്പിലേക്ക് കയറുന്നതാണ്. 2-ാം നിലയെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഇന്ന് ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ്. അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. 1-ാം നിലയെന്നുള്ളത് ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ സ്റ്റെപ്പ് കയറി നിങ്ങളുടെ സോൾ, ഇന്ന് കടന്നു പോകുന്ന
ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്ക് മുകളിലോട്ട് കയറി 3-ാം നിലയിൽ നിങ്ങൾക്കായി കർത്താവ് ക്രൂശിൽ ചെയ്ത പരിഹാര ബലിയിലൂടെ നേടിയെടുത്ത വിജയത്തിൻ്റെ അഭിഷേകത്തെ സ്വീകരിച്ച് നിങ്ങൾ ആ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനി മുൻപോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ആ വാഹനം കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾക്ക് മുൻപോട്ട് നിങ്ങളുടെ ലൈഫ് എന്ന ആ ഒരു ആ ജേർണിയെ പരിശുദ്ധാത്മ അഭിഷേകം ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന അഭിഷേകം നിറഞ്ഞ കർത്താവിനോട് ചേർന്ന ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ആ ഒരു അഭിഷേകം നിറഞ്ഞ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ദൈവം ആഗ്രഹിക്കണം. പലപ്പോഴും 1-ാം നിലയിലും 2-ാം നിലയിലേക്കും കയറി 3-ാം നിലയിലോട്ട് കയറ്റാനാണ് പിശാച് സമ്മതിക്കാതിരിക്കുന്നത്. അവൻ്റെ കുടിൽ തന്ത്രം എന്താ? ജഡത്തിൻ്റെ ദുരാശയും ലോകത്തിൻ്റെ മോഹങ്ങളും അതും ഇതും ഇട്ട് മനസ്സിനേറ്റ മുറിവുകളും വിഷമങ്ങളും. പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ജഡത്തിൻ്റെ എന്നാ പ്രാർത്ഥിക്കാനാണ് എൻ്റെ ഒന്ന് ആവശ്യം ഒരു ചേട്ടൻ പറഞ്ഞ പോലെ യേശു എല്ലാം ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. ഈശോ പരിശുദ്ധ കുർബാനയായി തീർന്നു. എൻ്റെ പാപങ്ങൾക്ക് വേണ്ട പരിഹാര ബലി എല്ലാം കർത്താവ് കൊടുത്തു കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കൊന്നും വേണ്ട. അതെന്നാ 1-ാം നില സ്റ്റക്കായിപ്പോയി. അതുകൊണ്ടുള്ള പ്രശ്നം എന്താ? പ്രശ്നം ഇനി കൂടുക, പ്രശ്നം കുറയുക, പ്രശ്നം കൂടുക. 3-ാം നിലയിൽ നിന്ന് അഭിഷേകം സ്വീകരിക്കണം. യേശു ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ നീ അതിനകത്തേക്ക് നീ പ്രവേശിക്കണം. അതാണ് ദൈവം നിന്നെക്കുറിച്ചുള്ള വിളി, ക്രിസ്തീയ വിളി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, അവസാനമായ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിൽ നിങ്ങൾ കരുത്തുള്ളവരാകണം. ഞാൻ സഭയുടെ ഭാഗമാണ്, ഞാൻ ഇന്ന കാത്തലിക്കാ, പ്രൊട്ടസ്റ്റന്റാ, ഓർത്തഡോക്സാ, യാക്കോബയാന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ കാര്യമില്ല. കരുത്തുള്ളവരാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടണം. ഏത് സ്കൂളിൽ പഠിച്ചാലും, നിങ്ങൾ ഏത് സ്കൂളിൽ എത്ര പേര് കേട്ട കൊമ്പുള്ള സ്കൂളിലാന്ന് പറഞ്ഞാലും, എത്ര വലിയ കോടീശ്വരന്മാർ പഠിക്കുന്ന നല്ല ടീച്ചർമാരുള്ള സ്കൂളിലാന്ന് പറഞ്ഞാലും, എക്സാം വരുമ്പോൾ ചോദ്യപേപ്പർ 10-ാം ക്ലാസ്സിൽ SSLC എക്സാമിന് വരുന്ന ചോദ്യപേപ്പറുകളെല്ലാം എല്ലായിടത്തും സെയിം അല്ലേ? സെയിമാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. അതാണ് ഇതിനകത്തെ കാര്യം. എല്ലാം സെയിം ക്രിസ്ത്യൻ എക്സാമിനേഷൻ. പിതാവാൻ ദൈവം നോക്കുന്ന എല്ലാം ഒരേ കാര്യമാണ്. ഞാൻ ഓർത്തഡോക്സുകാരനാണ്, ഞാൻ യാക്കോബാക്കാരനാന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നുമില്ല. ഞാൻ ബന്ധക്കോസുകാരനാണ്, ഞാൻ കത്തോലിക്കനെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നുമില്ല. സെയിം സംഭവമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. എ ഫെയിൽഡ് മാൻ എന്നുള്ള ഇതിലൂടെ ഫെയിൽഡ് റൈച്ചസ് മാൻ ആകുന്നില്ല, എ വിക്ടോറിയസ് റൈച്ചസ് മാൻ. ഹല്ലേലൂയ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടിയേ വ്യാപരിക്കത്തുള്ളൂ. എല്ലാവരും വീട്ടിൽ ഇതേ സെയിം ദൈവവചനം തന്നെയല്ലേ ഇരിക്കുന്നത്. യാക്കോബാക്കാരൻ്റെ വീട്ടിലും ഓർത്തഡോക്സുകാരൻ്റെ വീട്ടിലും മാർത്തോമാക്കാരൻ്റെ വീട്ടിലും CSIക്കാരൻ്റെ വീട്ടിലും ഈ പുതിയ നിയമത്തിലുള്ള ക്രിസ്തീയ ജീവിതം കത്തോലിക്കൻ്റെ വീട്ടിലും ലാറ്റിൻ്റെ വീട്ടിലും സീറോ മലബാറിൻ്റെ വീട്ടിലും സെയിം ആണല്ലോ. ഒന്നും മാറിയിട്ടില്ലല്ലോ. സെയിം സംഭവം അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സെയിം സംഭവം എല്ലാം സെയിമാണ്. പക്ഷെ നമ്മളെ ആ 3-ാമത്തെ നിലയിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കയറ്റാതെ 1-ാം നിലയിൽ 2-ാം നിലയിൽ ഇട്ടുകൊണ്ട് ജഡത്തിൻ്റെ ദുരാശ, പ്രൈഡ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അഹന്ത, കണ്ണിൻ്റെ ദുരാശ, ഈ പ്രൈഡ് കാരണമല്ലേ ഈ സഭകൾ തമ്മിലുള്ള ജഡികമായ പ്രശ്നങ്ങൾ മുഴുവൻ. പ്രൈഡ് ഓഫ് ലൈഫ് വചനത്തിൽ എഴുതിയിട്ടുണ്ടതല്ല. ആ പ്രൈഡിനെ മറികടക്കണം. അതിനെ മറികടന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് കളം മാറും. ആത്മാവിൻ്റെ ശക്തി അങ്ങ് നിറയപ്പെടുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ശരിക്കും ഫ്രീ ആകും. ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഈശോയെ ഇന്ന് ഈ ഒരു സന്ദേശം കേൾക്കുവാൻ സ്വർഗം നിയോഗിച്ച ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ നടുവിലൂടെ ഇറങ്ങി വ്യാപരിക്കണമേ. ഓരോ ഭവനങ്ങളിലേക്കും ശരീരങ്ങളിലേക്കും ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പുതു ഭാഷകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവർ സംസാരിക്കുന്നതായി ഞങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നെങ്കിൽ പുതുഭാഷകളുടെ വരം, പരിശുദ്ധാത്മാവിന് വിവിധ വരങ്ങൾ നൽകി ഈ കൂട്ടായ്മയെ സ്വർഗം ഇപ്പോൾ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ചില ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപ ഈ നിമിഷം വർഷിക്കപ്പെടുകയാണ്. ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിയുന്ന നിങ്ങൾക്ക് ഇനി മുൻപോട്ടുള്ള ജീവിതം എന്നുള്ളത് ഈ ആത്മാവിനോട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എന്നെ വഴി നടത്തണമേ, പരിശുദ്ധാത്മാവെ എന്നെ ശക്തീകരിക്കണമേ, പരിശുദ്ധാത്മാവെ ഇന്നുള്ള പ്രതിസന്ധികളെ മറികടക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ വഴി നടത്തും, നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. മദ്യപാനത്തിന്റെ ചില ദുശീലങ്ങളുടെ ചില സെക്ഷുവൽ സിൻസിന് അടിമപ്പെട്ട വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സ്പർശിക്കുന്നു. നിങ്ങളുടെ സ്വയശക്തിയിൽ നിങ്ങൾക്കതിനെ മറികടക്കാൻ പറ്റുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്കതിനെ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുന്നു. ആ ശക്തിക്കായി പ്രാർത്ഥിച്ച് സ്വന്തം ശിരസിലേക്ക് കരം വെച്ച് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ആത്മാവിൻ്റെ അഭിഷേകം എന്നെ നിറയ്ക്കുവാനിടയാകട്ടെ, എന്നെ വഴി നടത്തുവാനിടയാകട്ടെ. ഹല്ലേലൂയ. കൂടോത്രത്തിനൊക്കെ അടിമപ്പെട്ടു പോയൊരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനോടും പുച്ഛം, അത് നിങ്ങളെ നിയന്ത്രിച്ച കൂടോത്ര സ്പിരിറ്റാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ കൂടോത്ര ശക്തിക്ക് അടിമയല്ലേ. നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടൊരു ജീവിതം ഇല്ലല്ലോ. ഒരു പർട്ടിക്കുലർ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ശക്തിക്ക് കീഴെ പോകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല.
പിന്നെ നിങ്ങൾ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ പുച്ഛിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. നിങ്ങളെ ഒന്നും ഫോഴ്സ് ചെയ്യത്തില്ല. ഒന്നും ഇവിടെ ബലാത്കാരമായ ഒന്നുമില്ല. ഫോളൻ ഏഞ്ചൽസിനാണ് അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. കൂടോത്ര ശക്തിയുടെ പ്രത്യേകത എന്താ? ഇവിടെ തന്നെ വരണം, ഇന്നത് ചെയ്യണം, ഇത്ര ദിവസത്തിനകത്ത് ഈ പ്രാർത്ഥന വീണ്ടും ചെല്ലണം, ഇതൊക്കെ ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ ആ ശക്തിക്ക് അടിമപ്പെടുത്തും. ക്രിസ്തീയ കോളങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ക്രിസ്തീയ പേരിലാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവിടെ എല്ലാം നമ്മൾ എങ്ങനെയാണ് അത് പരിശുദ്ധാത്മാവാണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? യേശു കർത്താവാണ് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ്. ആ ആത്മാവിൻ്റെ പ്രത്യേകത എന്താ? ആ ആത്മാവ് നമ്മളെ യേശു ക്രിസ്തു നൽകുന്ന രക്ഷയിലേക്കും ആത്മാഭിഷേകത്തിലേക്കും ക്രിസ്തുവിലുള്ള ഒരു നിഷ്കളങ്കതയിലേക്കും നമ്മളെ വഴി നടത്തും. ജഡത്തിൻ്റെ ദുരാശ, കണ്ണിൻ്റെയും ജഡത്തിൻ്റെയും ദുരാശകൾ, ജീവിതത്തിൻ്റെ അഹന്തയിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു സമാധാനത്തിലേക്ക് നമ്മൾ കടന്നു വരും. അവിടെ ഒന്നും നമ്മൾ ഭയം കൊണ്ടോ പേടി കൊണ്ടോ ഞാൻ ഈ പ്രാർത്ഥന ചെല്ലില്ലെങ്കിൽ ദൈവം എന്നെ പിടിക്കുമോ എന്നുള്ള ആ ഭയം എല്ലാം വിട്ടുമാറി ഒരു വലിയ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവേശിപ്പിക്കണം. അബോധ്യമായൊരു സ്നേഹബന്ധം. ആ സ്നേഹബന്ധത്തിലേക്ക് ഒരു ശുശ്രൂഷ എന്നെ സഹായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കും. എത്രമാത്രം ചെയ്താൽ മതി. അത് നമ്മൾ തന്നെ ചിന്തിക്കണം. നമുക്കൊരു അത് ദൈവമാണോ അല്ലയോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പല സ്ഥലത്തും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അത്ഭുതങ്ങളെല്ലാം എന്നെ യേശു ക്രിസ്തുവിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് ഒരാത്മാവ് ചിന്തിക്കണം. കാരണം നിങ്ങളുടെ ആത്മാവിന് രക്ഷയാണ് ഇത് ലിങ്ക്ഡ് ആയേക്കുന്നത്. കൂടോത്ര ശക്തിക്ക് നമ്മൾ അടിമപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ നമ്മളത് കവർന്നെടുക്കും. ആദ്യം ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അല്ല ഒരു സ്ഥലത്ത് വ്യാപരിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രവർത്തനമല്ലെങ്കിൽ ആ ശക്തി എന്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്? യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയുടെ ശക്തിയെ കുറച്ച് കാണിക്കുവാൻ ദുഷ്ടാരൂപി ശ്രമിക്കും. കാരണം യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിലാണ് നമ്മുടെ എല്ലാ വിടുതലുകളും വിജയങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു കാണണം. യേശു ക്രൂശിൽ ചെയ്ത പ്രവൃത്തി, പരിശുദ്ധ കുർബാന, ഹോളി കമ്മ്യൂണിയൻ, അവിടെയാണ് നമ്മുടെ എല്ലാ വിടുതലുകളും നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ദുഷ്ടാരൂപി നമ്മളിങ്ങനെ സ്കാറ്റർ ആക്കും. എടാ നിനക്ക് ആ കാര്യം കിട്ടാൻ വേണ്ടി ഈ വിശ്വാസം, ഈ കാര്യം കിട്ടാൻ വേണ്ടി ഈ വിശ്വാസം. നമ്മൾ ഓരോ കാര്യത്തിനു വേണ്ടി ഓരോ വിശ്വാസത്തിന് പുറകെ പോവുക. കർത്താവിൻ്റെ അപ്പസ്തലന്മാർ പഠിപ്പിക്കണം, നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം ഒന്ന് മാത്രമായിരിക്കണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം. എന്താണത്? കർത്താവായ യേശു കുരിശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി, ഈശോയുടെ കുരിശുമരണം. അതിലൂടെയാണ് ദൈവപിതാവ് നിന്നെ നീതീകരിക്കുന്നത്, ദൈവപിതാവ് നിന്നെ വിശുദ്ധീകരിക്കുന്നത്, ദൈവപിതാവ് നിന്നെ ദൈവത്തിൻ്റെ മകനും മകളുമായി ദത്തെടുത്തത്, സ്വന്തമാക്കിയത്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അവിടെയാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വാക്യം എന്താ? എഫെസോസ് 6:10, അവസാനമായ കർത്താവിലും അവൻ്റെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. ദുഷ്ടൻ്റെ കുടിലതന്ത്രങ്ങളെ, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ, കണ്ടോ, എതിർത്ത് നിൽക്കണം. നമ്മളെ ശക്തരാക്കുക പരിശുദ്ധാത്മ. അവൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുക. അവൻ്റെ കുടിലതന്ത്രങ്ങളുണ്ട്. കർത്താവ് എനിക്ക് തന്ന ഈ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവപിതാവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, ബ്രിങ് ബാക്ക് മൈ പീപ്പിൾ ടു വാട്ട് ഐ ഹാവ് ഡൺ ഫോർ ദം ഓൺ ദ ക്രോസ്. യേശു, ദൈവം തൻ്റെ പുത്രനിലൂടെ, കർത്താവ് യേശു നമുക്ക് വേണ്ടി കുരിശിൽ ചെയ്തു കഴിഞ്ഞ പരിഹാര ബലിയിലേക്ക് എൻ്റെ മക്കളെ തിരികെ മടക്കി കൊണ്ടുവരിക. അവിടെയാണ് ഈ ശുശ്രൂഷ മുഴുവൻ നയിക്കുന്ന ഈശോയാണ്. ഈശോയുടെ ശുശ്രൂഷയാണ് ഇത്. ഈശോ കുരിശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയിലൂടെ സാത്താൻ്റെ സകല ബന്ധനങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ദൈവം കൊടുത്ത വില, ആ വിലയെക്കുറിച്ചൊന്ന് ധ്യാനിച്ചിരുന്ന്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കൊടുത്ത വില, അവസാനത്തുള്ളി രക്തം വരെ നൽകി അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടുതൽ നിങ്ങൾ നിറയപ്പെടും. ആ സ്നേഹത്തെ ധ്യാനിച്ച് നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും വചനം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾ വളർന്നു വരും. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ വളർന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾക്ക് സൗഖ്യം കിട്ടും. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ജയം നൽകും. ഇന്ദ്രിയ ജയം സാധ്യമാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടാതെ പറ്റത്തില്ല. നിങ്ങളുടെ സ്വയശക്തി നടക്കത്തില്ല. പലരും പഠിപ്പിക്കും നടക്കും എന്നൊക്കെ, ഒന്നും നടക്കാൻ പോകുന്നില്ല. പഠിപ്പിക്കുന്നവൻ തന്നെ അതിൻ്റെ ഇരട്ടി ശക്തിയിൽ അതിലേക്ക് വീണു പോവുകയാണ്.
അതാണ് നമ്മൾ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നത്. എന്താ, പല പ്രവാചകന്മാരും പലരും വലിയ തെറ്റുകൾ ചെയ്തു. എന്താ പറ്റിയത്? അവരെ ആശ്രയിച്ചത് അവരുടെ ശക്തിയിലാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തൻ്റെ പുത്രനിലൂടെ പാപപരിഹാര ബലിയായി അവിടുന്ന് തീർന്നതിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവിനെ തന്നു. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അതുവരെ തോമാശ്ലീഹയ്ക്ക് സംശയമായിരുന്നു. പത്രോസ് 3 തവണ തള്ളിപ്പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് ആയിരങ്ങളുടെ മുൻപിൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്തി. അവിടെ പത്രോസിനെ വായിലൂടെ പ്രസംഗിച്ചത്, പുറത്തോട്ട് വന്നത് യേശുവിൻ്റെ ശബ്ദമായിരുന്നു, ആത്മാവിൻ്റെ ശബ്ദമായിരുന്നു. ക്രിസ്തു പത്രോസിൻ്റെ ഉള്ളിലൂടെ സംസാരിച്ചു. തോമാശ്ലീഹ കേരളത്തിൽ വന്നപ്പോൾ നമ്മൾ അപ്പസ്തോല തോമാശ്ലീഹ രക്തസാക്ഷി എന്നൊക്കെ പറയും. ക്രിസ്തുവിൻ്റെ ശക്തിയാണ് അപ്പസ്തോല തോമാശ്ലീഹയിലൂടെ നമ്മുടെ ദേശത്ത് വ്യാപരിച്ചത്. അത് ജീവിച്ചു. ആത്മാവിൽ മരിച്ചിരുന്ന മനുഷ്യരെ ജീവിപ്പിച്ചു. സൊറാസ്ട്രൻസ് ആയിരുന്നവരെ, ജൂതന്മാരായിരുന്നവരെ ജീവിപ്പിച്ചു. അവരാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നാണ്. അവർക്ക് മനസ്സിലായി, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, ഇറ്റേണിറ്റി ഉണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. ഇതെല്ലാം അവർക്ക് പിടികിട്ടി. ഇത് ആത്മാവിൻ്റെ അഭിഷേകമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബുദ്ധിയുടെ തലത്തിൽ ഒരു മനുഷ്യനോട് പറഞ്ഞൊന്നും പിടികിട്ടത്തില്ല. നരകം എന്ന് പറഞ്ഞ സത്യത്തെ ഒന്നും മനസ്സിലാകത്തില്ല, സ്വർഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ ഈ റിയാലിറ്റിയെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ടാണ് പൗലോസ് പഠിപ്പിക്കുക, നിങ്ങൾക്ക് കിട്ടിയ രക്ഷയെ അത് വർക്കൗട്ട് ചെയ്യണം ഭയത്തോടുകൂടി. ഇത് വലിയൊരു കാര്യമാണ്. മരണശേഷമുള്ള ജീവിതം നിങ്ങൾ ഭയത്തോടുകൂടി, വിശ്വസ്തയോടുകൂടി നിങ്ങൾ മുൻപോട്ട് പോകണം. കാരണം ഈ രക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദൈവം വലിയ വില കൊടുത്തു. ഈശോയെ, ഇന്ന് ഈ ഒരു സന്ദേശം ഇനി വരുന്ന ദിവസങ്ങൾ ഇതിൻ്റെ ബാക്കി സെഷൻസ് അവിടുന്ന് ഒരുക്കിയിരിക്കുമ്പോൾ കർത്താവെ, ഈ ഒരു സന്ദേശത്തിലേക്ക് ഈ മക്കളെ കൊണ്ടുവരുവാൻ, അതിലേക്ക് അവിടുന്ന് അവരെ കരം പിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന ഈ സന്ദേശത്തിലൂടെ ഇന്ന് ഇത് കേൾക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഇന്നത്തെ ദിവസം അവിടുന്ന് ഒരുക്കിയ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും നിയോഗങ്ങളെ ഞങ്ങൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ വരുന്ന ആഴ്ചകളിൽ ഫേസ് ചെയ്യുവാൻ പോകുന്ന എല്ലാ വിഷയങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ മക്കളെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, രക്തസ്രാവക്കാരിയുടെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, യേശുവിൻ്റെ വസ്ത്രത്തിന് അറ്റത്തെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നതിനെ നന്ദി പറയുന്നു. ശരീരങ്ങളിൽ നിന്ന് പിശാചുകൾ അലറി ഓടുന്നതിനെ നന്ദി പറയുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ പിശാചുകളും കുരിശിൻ ചുവട്ടിലേക്ക് പോകട്ടെ. യേശു കുരിശിൽ നേടിയെടുത്ത വിജയത്തിൻ്റെ ആ അഭിഷേകത്തിൻ്റെ നിറവ് അനേക ഭവനങ്ങളെ ഇപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് പറയുന്നത്. എല്ലാ പൈശാചിക ആധിപത്യങ്ങളും യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ പരാജയപ്പെട്ടിരിക്കുന്ന എല്ലാ ദുരാത്മാക്കളും യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ യേശുവിൻ്റെ കാലിൻ്റെ ഉള്ളിൽ ആണിക്കുള്ളിലേക്ക് അവ അടിച്ചു തറയ്ക്കപ്പെട്ട് യേശു ക്രൂശിൽ ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം അതിൻ്റെ മേൽ നേടിയെടുത്ത വിജയത്തിൻ്റെ ആ ഒരു ഫുൾനെസ് ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ഈശോയുടെ വലിയ അഭിഷേകം ഇന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാവർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സന്ദേശമാണ്. ഇത് സ്വീകരിക്കുവാൻ സ്വർഗം ഒരുക്കിയവർക്കാണ് ഇത് സ്വീകരിക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. നമ്മൾ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പക്ഷേ ഇത് ആത്മാവ് പറയുന്ന കാര്യം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് യോഹന്നാൻ സ്ലീഹ പഠിപ്പിക്കുന്നത്. ആത്മാവ് പറയുന്ന കാര്യം ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേരളത്തിൽ ഒരുപാട് വചനപ്രഘോഷങ്ങളുണ്ട്. പക്ഷേ ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ട ജീവിതത്തെക്കുറിച്ച് ഇനി പഠിപ്പിക്കേണ്ട ഒരു സീസണാണ്. കാരണം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പ് കൂടാതെ നമുക്ക് ഒന്നും പറ്റത്തില്ല. ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പ് ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഈ ഒരു സെഷൻ കഴിഞ്ഞ് നിങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ കരം വിരിച്ചു പിടിച്ച് പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ കയ്യെ വന്ന് പരിശുദ്ധാത്മാവ് തൊടും, നിങ്ങളെ സ്പർശിക്കും, ബ്ലസ് ചെയ്യും കേട്ടോ. പരസ്പരം പ്രാർത്ഥിക്കാം. ഹാവ് എ ബ്ലസ്ഡ് ഡേ.